ഹായ് എവരിവൺ, SSLC എക്സാം ആവാറായി അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് SSLC എക്സാമിൻ്റെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനാണ് വന്നിട്ടുള്ളത്. 2.5 hour 80 മാർക്സ് പേപ്പറാണ് നമുക്ക് മാത്സിന് വരുന്നത്. ഈ 2.5 hour പുറമെ ഒരു 15 minutes കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ഈ കൂൾ ഓഫ് ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ചു നോക്കാം, അതിന് ഇൻസ്ട്രക്ഷൻസ് വായിക്കാം, അതുപോലെ അതിലെ എല്ലാ സെക്ഷനിലും ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചു നോക്കിയിട്ട് മാർക്കിനനുസരിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാം എന്നുള്ളത് മൈൻഡിൽ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കൂൾ ഓഫ് ടൈം തന്നിട്ടുള്ളത്. അതുപോലെ ഏത് ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യണം, നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 15 minutes തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. ടോട്ടൽ 4 സെക്ഷനിലായിട്ട് 28 to 30 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ സെക്ഷനാണ്. അതിൽ ടോട്ടൽ 4 ചോദ്യം ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും 3 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ സെക്കൻഡ് സെക്ഷൻ 3 മാർക്കിൻ്റെയാണ്. അതിൽ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ഏതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ സെക്ഷനാണ്. അതിൽ ടോട്ടൽ 11 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ 8 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഫോർത്ത് സെക്ഷൻ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ സെക്ഷനാണ്. അതിൽ 8 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ടാവും. അതിൽ any 6 നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് മാത്സിൽ ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസിൽ ലാസ്റ്റ് ഇയർ പേപ്പേഴ്സിൽ വന്നിരിക്കുന്നത് 2 മാർക്സിന് 3 മാർക്സിന് അതുപോലെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, nth ടേം ഓഫ് എ സീക്വൻസ്, അതുപോലെ നമ്പർ ഓഫ് ടേംസ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് സം ഓഫ് ടേംസ്, അതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻസ് നന്നായി പഠിച്ചു പോവാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സർക്കിൾസ് ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ലാസ്റ്റ് ഇയേഴ്സിലെ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഒരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ കൺസ്ട്രക്ഷൻസ്, സർക്കിളിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ സർക്കിൾസ്, ക്വാഡ്രിലേറ്ററൽസ്, കോഡ്, ആംഗിൾ, ആർക്ക്, ഈ ഭാഗങ്ങളിലൊക്കെ നന്നായി നോക്കിപ്പോണം. അതുപോലെ തന്നെ അതിൽ സർക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ആ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് നന്നായി നോക്കിപ്പോണം. പിന്നെ നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് ആണ്. പ്രോബബിലിറ്റി ആണ് ഇതിൽ മെയിനായിട്ട് വരുന്ന പോർഷൻ. അപ്പോൾ 6 മാർക്സിന് എങ്കിലും പ്രോബബിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 6 മാർക്സിന് എന്തൊക്കെയാണ് വരികയെന്ന് ചോദിച്ചാൽ പ്രോബബിലിറ്റി കാണാനാണ്. പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ്, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻസ് പഠിക്കുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ചത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്ത് പ്രോബബിലിറ്റി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതിലെന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസി ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നൊരു 6 to 8 മാർക്സ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഫോം ചെയ്യാനും ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുമാണ്. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായി പഠിച്ചു പോയാൽ ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 5th ചാപ്റ്റർ ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രിയിൽ 4 മാർക്സിൻ്റെയും 5 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലിക്കേഷൻ ലെവലായിരിക്കും. അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതായത് ഹൈറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, ട്രിഗണോമെട്രി യൂസ് ചെയ്ത് ഹൈറ്റ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ ഇതിൽ നോക്കി പോകേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ട്രയാങ്കിൾസും അതിൻ്റെ കറസ്പോണ്ടിങ് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോസും എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെ ട്രയാങ്കിൾ അതിൻ്റെ റേഷ്യോസ്, ട്രിഗണോമെട്രിക് വാല്യൂസ്, ഇതൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് പഠിച്ചു പോകേണ്ട പോർഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മിനിമം 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. 6th ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആണ്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ്. ഈ ചാപ്റ്ററിൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുമാണ് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 6 to 7 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ ആ മാർക്കും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 7th one ടാൻജൻസ് ആണ്. അപ്പോൾ ടാൻജൻസിൽ കൺസ്ട്രക്ഷൻ ഓഫ് സർക്കിൾ, ടാൻജൻസ് ആണ്
ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. ലാസ്റ്റ് 4 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ കണ്ടുവന്നത്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ സർക്കിൾ വിത്ത് ഗിവൺ റേഡിയസ് ആൻഡ് മാർക്ക് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ away from the center of the circle and find how many tangents can be drawn to the circle and length of the tangent. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഈ ക്വസ്റ്റ്യന് 4 മാർക്കാണ് വരുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ ടാൻജൻസ്, കോഡ്, അതിൻ്റെ പ്രോപ്പർട്ടി, കോഡ്സും ടാൻജൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അത് യൂസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, പിന്നെ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് ആൻ ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ ടു ഇറ്റ്സ് പെരിമീറ്റർ ആൻഡ് ഏരിയ, ആ റിലേഷൻ R=A/S എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ, ഇത്രയൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സോളിഡ്സ് ആണ്. സോളിഡ്സിൽ സ്ലാൻഡ് ഹൈറ്റ്, സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, വോളിയം ഓഫ് സ്പിയർ, പിരമിഡ്, കോൺ ആൻഡ് ഹെമിസ്പിയർ, സിലിണ്ടർ, ഇത്രയും ടേംസ്, ഇവരുടെ ഇക്വേഷൻസ്, ഈ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻസിൽ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാനാണെങ്കിൽ ഒരു ഈസി ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ലാസ്റ്റ് ഇയേഴ്സിൽ ഒരു 8 to 9 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, കൃത്യമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചാപ്റ്റർ ഒരു ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന 9th ചാപ്റ്ററാണ്. ഇതിൽ 2 പോയിന്റ് ജോയിൻ ചെയ്തുണ്ടാവുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ, ജോമെട്രിക് ഫിഗേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ, ഇക്വേഷൻ ഓഫ് ലൈൻ, ഈ 3 ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊരു 7 മാർക്സിനുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 10th ചാപ്റ്റർ പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസിൽ ഫാക്ടേഴ്സ്, പോളിനോമിയൽസ്, ഈ 2 ഭാഗമാണ് ഉള്ളത്. ഇതിൽ പോളിനോമിയൽസിൻ്റെ ഫാക്ടേഴ്സ് കാണാനും അതുപോലെ എക്സിന് സോൾവ് ചെയ്യാനായിട്ട്, അതായത് പോളിനോമിയൽസിൻ്റെ സൊല്യൂഷൻ കാണാനാണ് വരുന്നത്. ഫാക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഫാക്ടർ തിയറം, അതുപോലെ സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫാക്ടർ തിയറും സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് പഠിക്കാനുള്ളത്. അതിൽ സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ നിന്ന് ചെയ്യാനായിട്ട് എന്താണ് ഇക്വേഷൻ ഉള്ളത്? ക്വാഡ്രാറ്റിക് ഫോർമുല. ആ ക്വാഡ്രാറ്റിക് ഫോർമുല x=-b ± √b² - 4ac എന്നുള്ള 4ac/2a, ആ ഒരു ഇക്വേഷൻ കൂടി അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ചാപ്റ്ററും പോളിനോമിയൽസ് എന്ന് പറയുന്നതും കമ്പാരിറ്റീവ്ലി ഈസി ചാപ്റ്ററാണ്, സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. 8 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ്, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നോർമലി വരാറുള്ളത്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി കണ്ടുവന്നിട്ടുള്ളത്. അതായത് മീൻ, മീഡിയൻ, മോഡ് കാണാൻ ഡാറ്റ തന്നിരിക്കും. ഗ്രൂപ്പ്ഡ് ഓർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആയിരിക്കാം. ആ ഡാറ്റയുടെ മീൻ, മീഡിയം, മോഡ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ്, മീൻ കാണാനുള്ള ഇക്വേഷൻ, മോഡ് കാണാനുള്ള ഇക്വേഷൻ, അതുപോലെ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ, മോസ്റ്റ്ലി ചോദിച്ച് കാണുന്നത് മീഡിയൻ ആയിരിക്കും. ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീഡിയൻ ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻസ് നന്നായി പഠിച്ചു പോയാൽ അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഈസി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞതിൽ അത്യാവശ്യം മാർക്കുകൾ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് പോവാം. അപ്പോൾ മാത്സ് എക്സാം എല്ലാവരും ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് എഴുതാൻ നോക്കുക. മാത്സ് എക്സാം പേപ്പർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻസർ എഴുതണം. ആൻസേഴ്സ് എഴുതുന്നത് നീറ്റായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇക്വേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻസ് എഴുതണം. അപ്പോൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ ഇക്വേഷൻസിലുള്ള എലമെൻറ്റ്സ് അത് ഏതൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതി ഇക്വേഷൻസ് എഴുതി ആ ഇക്വേഷൻസിൽ കൃത്യമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കിട്ടിയ ആൻസർ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ചോദ്യം എങ്ങനെയാണോ ചോദിച്ചിട്ടുള്ളത് അതൊന്നും കൂടി എടുത്ത് എഴുതിയിട്ട് ഇതാണ് ആൻസർ എന്നുള്ള രീതിയിൽ എടുത്തെഴുതണം. അത്രയും എഴുതിയാലാണ്, അത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കിയാലാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റൂട്ട്, പൈ വാല്യൂസൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. റൂട്ടിൻ്റെയും പൈയുടെയൊക്കെ വാല്യൂ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം സിംപ്ലിഫൈ ചെയ്താൽ മതി. പിന്നെ റീസൺസ്, സ്റ്റെപ്പിൽ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോൾ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ആ റീസൺസ് കൃത്യമായിട്ട് ബ്രാക്കറ്റിൽ
മെൻഷൻ ചെയ്ത് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സാം എഴുതുമ്പോൾ, മാത്സ് എക്സാം എഴുതുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ മാത്സ് എക്സാം കുറച്ചും കൂടി ഈസി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്ത് നോക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ മാത്സ് കുറച്ചും കൂടി ഈസി ആവുക. അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കാനായിട്ട് മാക്സിമം പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ 4 ഇയറിലെ ലാസ്റ്റ് 4 ഇയറിലെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ആൻസർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ SSLC എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.